ഹായ് ഗൈസ്, അപ്പം ഈ തവണ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. മോട്ടറോള G14 എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 8528 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി തന്നെ അവർ എന്നെ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, മോട്ടറോള G14. ഓക്കെ, കണ്ടല്ലേ. അപ്പോൾ ഓൾറെഡി അവർ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വില വന്നിട്ട് 13,000 രൂപയുടെ അടുത്താണ് കേട്ടോ ഗൈസ് വില വരുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടാണ് 8,500 രൂപ ഈ ഫോണിന് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 6 ഇഞ്ചാണ് ഈ ഫോൺ വരുന്നത് കേട്ടോ. 6.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓൾറെഡി അവർ എല്ലാം ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ 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 ഇതാണ് ഫോൺ കേട്ടോ. ആദ്യം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഡമ്മി പീസ് വെച്ചേക്കുന്ന പോലെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റിക്കർ ഒടിച്ചേക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫോൺ എടുക്കാം. ഓക്കെ, അപ്പം ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കറുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഇളക്കി എന്നെ കാണിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് വല്ല ഡാമേജ് ഉണ്ടോ എന്നൊക്കെ അവർ നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ വച്ചേക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം. ഓക്കെ, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു USB-C കേബിൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പിൻ വരുന്നുണ്ട്, നമ്മുടെ സിം കാർഡൊക്കെ ഇടാനായിട്ടുള്ള സാധനം ഊരുന്നതിൻ്റെ. പിന്നെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ ഗൈസ് വരുന്നത്. ഓക്കെ, അപ്പം കൊള്ളാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഗൈഡാണ് ഗൈസ്. ഓക്കെ, ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വാറൻറ്റി കാർഡൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എന്തൊക്കെ ഉണ്ടോ വല്ല ഗൈസ് ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്, ഇതിനകത്തൊന്നും ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് എവിടോട്ട് വെക്കാം. ഓക്കെ, ഇവിടെ കാണും വെക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫോണ് മോട്ടോ G. ഓക്കെ, വേണ്ടല്ലേ. ഇനി നമുക്ക് ഇത് ഇളക്കാം, ഈ സ്റ്റിക്കർ ഇളക്കാം. എവിടെയാണ് ഇളക്കുന്നത്? ഓക്കെ ഗൈസ്, ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം ഇതാണ് ഫോൺ കേട്ടോ. ഫോണിൻ്റെ കൂടെ കവർ തരുന്നുണ്ട് കേട്ടോ ഇവർ. ഒരു കവർ ഇതിൻ്റെ കൂടെ ഫ്രീ ഒന്നും അല്ല, എല്ലാം കൂടി ചേർന്നാണ് വില ഇടുന്നത്, അത് വേറൊരു കാര്യം. ഇതുപോലൊരു കവർ ഫോണിൻ്റെ കൂടെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ 2 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലൊരു ക്യാമറയാണ്. ഫ്രണ്ടിൽ 8 MB ആണ് വരുന്നത്, ബാക്കിൽ 50 MB ആണ് കേട്ടോ പ്രധാന ക്യാമറ വരുന്നത്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഇവിടെ ഓണാക്കാനുള്ള സ്വിച്ച് ഉണ്ട്, നമുക്ക് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഓണായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നേരെ കവർ തിരിച്ചിടാം. ഓക്കെ, ഞാൻ കവർ നശിപ്പിക്കുമോടി. ഓക്കെ ഗൈസ്, മോട്ടോയുടെ വർത്താനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇതുപോലെ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിത് സെറ്റപ്പ് ഓഫ്ലൈൻ കൊടുക്കാം, പിന്നീടാണല്ലോ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാന്നുള്ളൂ കേട്ടോ ഗൈസ്. കണ്ടിന്യൂ ചെയ്തെടുക്കാം. പിന്നെ ഗൈസ്, ഇവിടെ പ്രൈവസി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്നൊക്കെ വന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം ഡിസേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് പിന്നീടായാലും ഗൈസ്, ഈ സാധനങ്ങളൊക്കെ പിന്നീടായാലും സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഡേറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഈ ഡേറ്റ് നമ്മളിപ്പോൾ തെറ്റായിട്ട് സെറ്റ് ചെയ്താലും ഗൈസ് ഒരു വേറെ കാര്യമുണ്ട് കേട്ടോ. ഇൻ്റർനെറ്റുമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഡേറ്റ് കറക്റ്റാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഗൈസ്, മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇന്നത്തെ കാലത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ആദ്യമായിട്ട് ഓൺ ആക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് 13 ആണ്. IPS LCD സ്ക്രീനാണ് വരുന്നത്. 60 Hz റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 4 GB RAM ആണ് വരുന്നത്. പ്രോസസ്സർ വന്നിട്ട് യൂണിസോക്ക് T616 ഒക്ട കോർ പ്രോസസ്സറാണ് വരുന്നത്. 128 GB UFX 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ 1 TB വരെ മൈക്രോ SD കാർഡ് നമുക്ക് ഈ ഫോണിൽ ഇടാൻ കഴിയും. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്കറ്റ് ഉണ്ട്. പിന്നെ OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫോണിലെ ക്യാമറകളുടെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിൽ 2 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് 50 MB ക്യാമറയുണ്ട്, രണ്ടാമത്തേത് ഒരു മാക്രോ ക്യാമറയാണ്, 2 MB ക്യാമറയാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് 8
MB ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ മൊബൈലിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, പിന്നെ ഫോണിൽ ഒരു ഫിംഗർ പ്രിന്റ് റീഡർ വരുന്നുണ്ട്. അപ്പോൾ ഫോണിന്റെ പവർ ബട്ടണിൽ തന്നെയാണ് ഈ റീഡർ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഫോൺ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് പിന്നും പാസ്വേഡും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫേസ് അൺലോക്ക് എന്ന ഫീച്ചർ ഉണ്ട് ഗൈസ്. പിന്നെ ഈ ഫോണിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ട്. പക്ഷേ കോൾ റെക്കോർഡിംഗ് ഫീച്ചറിനകത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഫോൺ കോൾ റെക്കോർഡ് തുടങ്ങുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യും കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് നമ്മളെ മാത്രമല്ല, എതിരെ കോൾ ചെയ്യുന്ന ആളെയും കൂടി അറിയിച്ചു കൊടുക്കും. ഓക്കെ, അത് വലിയ ഉപകാരമായിപ്പോയി കേട്ടോ ഗൈസ്. പിന്നെ ഒരു FM റേഡിയോ ഉണ്ട്. ഇനി അത് ഞാൻ പറയാൻ വിട്ടുപോയെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇനി ഫോണിലെ പ്രധാനപ്പെട്ട സെൻസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്സിലറോമീറ്റർ വരുന്നുണ്ട്, ഗൈറോസ്കോപ്പ് വരുന്നുണ്ട്, പ്രോക്സിമിറ്റി സെൻസർ വരുന്നുണ്ട്, ആംബിയന്റ് ലൈറ്റ് സെൻസർ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് മോട്ടോറോള G14 എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ കളർ കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിച്ചു തരാം, അല്ല ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല, പക്ഷേ സ്റ്റെബിലിറ്റി ഒന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ ഗൈസ്. അപ്പം അറിയാമല്ലോ, ഈ വിലയ്ക്കുള്ളതിൻ്റെ എല്ലാ മുതലും ആ ക്യാമറയ്ക്കകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഗൈസ്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു സ്ലോ മോഷൻ ഉണ്ട്. 720p സ്ലോ മോഷൻ ആണ്. അത് വലിയൊരു സ്ലോ മോഷൻ ആയിട്ടൊന്നും കാണണ്ട, ഒരു ചെറിയൊരു സ്ലോ മോഷൻ. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. പിന്നെ ഈ ഫോണിൽ ഡുവൽ ക്യാപ്ചർ മൂഡ് വരുന്നുണ്ട്. ഒരേ സമയം തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഗൈസ്. ഇതാണ് അപ്പം ഡുവൽ ക്യാപ്ചർ മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കൂടി വരുന്നതാണ്. അപ്പം ഇത് നമുക്കിങ്ങനെ 2 ലേ ഔട്ടായിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഗം വേണമെങ്കിൽ നമുക്ക് മുകളിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, കണ്ടില്ലേ, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. ഇതല്ലാതെ തന്നെ നമുക്ക് വേറൊരു ലേഔട്ടിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കണ്ടില്ലേ, ഇതുപോലൊരു ലേഔട്ടിലോട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് നമ്മുടെ മുഖം കാണിക്കാം, ബാക്കിൽ എന്താണ് കാണുന്നത് അതും കാണിക്കാൻ പറ്റും. കണ്ടില്ലേ. ഓക്കെ, ട്രെയിൻ വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, ട്രെയിൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ലോ ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ നല്ലതാണ്. പക്ഷേ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന സാധനമില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇത് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് വീഡിയോയുടെ വെട്ടൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ പറയുന്ന ഫ്രണ്ട് ക്യാമറ 8 MB ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കിതേ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും ഗൈസ്. പിന്നെ ഒരു കാര്യം, സ്ലോ മോഷൻ ബാക്ക് ക്യാമറയ്ക്ക് മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്ലോ മോഷൻ ഇല്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ട് ക്യാമറയുടെ ആ ഒരു നമ്മുടെ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ ഗൈസ്, ഈ ഫോണിനകത്ത് പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രോ മോഡ് ഉണ്ട്. പിന്നെ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒക്കെ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ എടുക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരികയാണ്. പിന്നെ AI ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ക്യാമറ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ AI സ്വയം ചിന്തിച്ചൊക്കെ അതനുസരിച്ചുള്ള സെറ്റിംഗ്സുകളൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ കുറച്ചുകൂടി മെച്ചമായിട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഗൈസ് വരുന്നത്. അപ്പം പിന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ കണ്ടമാനം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.